സോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിച്ചിട്ടുള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. അതിലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിലെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ ചോദ്യമാണ്. ഇതിൽ നിങ്ങൾ നോക്കൂ, ദ ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ഒക്ടാഹെഡ്രൽ കൊബാൾട്ട് 2 കോംപ്ലക്സ് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെന്റ് 3.95. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, പക്ഷെ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം. അതിനാണ് അവർ എന്ത് തന്നിട്ടുള്ളത്, അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പം നിങ്ങൾ നോക്കൂ, കൊബാൾട്ടിന്റെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ അത് 4s2 3d7 ആണ്, ഓർ 3d7 4s2, 3d7 4s2. ഇനി കൊബാൾട്ട് 2+ ആവുമ്പോൾ അത് 3d7 ആണ് വരിക അല്ലേ. അപ്പോൾ 3d7 ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് നോക്കുക കോൺഫിഗറേഷൻ. 1 2 3 4 5 6 7. അപ്പോൾ നോക്കിയേ, ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺ കിട്ടി. എന്ന് വെച്ചാൽ 3d7 തന്നെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്, റൈറ്റ്, 3 അൺപെയർഡ് ഇലക്ട്രോൺ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ആണ് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അഥവാ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ദ ലിഗാൻഡ് ഇസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ലിഗാൻഡ് എന്തായിരിക്കും? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. കാരണം അവിടെ പെയറിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്തായാലും 3 അൺപെയർഡ് ഇലക്ട്രോൺ വരില്ല. പെയറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ 0 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 അൺപെയർഡ് ഇലക്ട്രോണേ വരുള്ളൂ. അപ്പോൾ ഇവിടെ പെയറിംഗ് ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 3 അൺപെയർഡ് ഇലക്ട്രോൺ നിൽക്കണം, ഇവിടെ പെയറിങ്ങിനുള്ള സാധ്യത ഉണ്ടല്ലോ. ഈ 3 എണ്ണത്തിൽ ഒരാൾക്ക് ഇവിടെ പെയർ ചെയ്യാം, പക്ഷെ അവിടെ പെയറിംഗ് നടന്നിട്ടില്ല. അപ്പോൾ നടന്നിട്ടില്ല എങ്കിൽ ഇതിന്ന് ഒരു കാര്യം ഉറപ്പാണ്, ലിഗാൻഡ് ഇസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ലിഗാൻഡ് വീക്ക് ഫീൽഡ് ആണെങ്കിൽ T2G EGയിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ കോൺഫിഗറേഷൻ പോകാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ T2Gയിൽ 3 ഓർബിറ്റലും EGയിൽ 2 ഓർബിറ്റലും. അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ അവിടെ എന്ത് വരും? അവിടെ പെയറിംഗ് നടക്കാതെ ഇലക്ട്രോൺ EGയിലേക്കാണ് പോവുക. സോ ആദ്യത്തെ 3 ഇലക്ട്രോൺ ഇവിടെ വന്നു, 4ാമത്തെ ഇലക്ട്രോൺ EGയിൽ പോകും, 5ാമത്തെ ഇലക്ട്രോണും EGയിൽ പോകും, 6ാമത്തെ ഇലക്ട്രോൺ വേറെ ഓപ്ഷൻ ഇല്ല T2Gയിൽ വരും, 7ാമത്തെ ഇലക്ട്രോണും T2Gയിൽ വരും. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ. T2Gയിൽ 5ഉം EGയിൽ 2ഉം. So the answer is 3. Thank you.